5 വക്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസത കാണിക്കുകയും അത് കൃത്യമായി നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നൽകുന്ന 3 ശിക്ഷകളെക്കുറിച്ച് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ സവാജിർ എന്ന കിതാബിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് അവൻ്റെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടുക്കി കളയുമെന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ എല്ലുകളൊക്കെ പൊട്ടുമാറ് അവൻ്റെ ഖബർ അല്ലാഹു ഇടുക്കി കളയും. രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖബറിൽ നരകാഗ്നി കൊണ്ട് നിറക്കുമെന്നുള്ളതാണ്. നരകത്തിലെ തീ കൊണ്ട് അവൻ്റെ ഖബർ അല്ലാഹു നിറച്ച് കളയുമെന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ ഖബറിലുള്ള കല്ലുകൾ വരെ കത്തിക്കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. മൂന്നാമതായി ഷുജാഉൽ അഖ്റ എന്ന ഒരു പാമ്പിനെ അവൻ്റെ മേൽ അല്ലാഹു അധികാരപ്പെടുത്തുമെന്നുള്ളതാണ്. ഈ ഷുജാഉൽ അഖ്റയിൻ്റെ വിശദീകരണം നമുക്ക് ഹദീത്തുകളിൽ കാണാം. അഥവാ അതിൻ്റെ 2 കണ്ണുകളും തീയിനാലുള്ള കണ്ണുകളായിരിക്കും. അതിൻ്റെ നഖങ്ങൾ ചെമ്പിനാലുള്ള നഖങ്ങളായിരിക്കും. ഓരോ നഖത്തിൻ്റെയും വലുപ്പം ഒരു ദിവസത്തെ വഴിദൂരമായിരിക്കും. ഇതിൻ്റെ ശബ്ദം ഇടിയുടെ ശബ്ദമായിരിക്കും. അതുപോലെ തന്നെ ഈയൊരു ജീവി അല്ലെങ്കിൽ ഈ ഒരു പാമ്പ് വിളിച്ചു പറയും, സുബഹി നിസ്കാരം സൂര്യനുദിക്കും മുമ്പ് നിർവഹിക്കാത്ത മനുഷ്യ, നിന്നെ അടിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ നിസ്കരിക്കാത്തതിൻ്റെ പേരിലും ആ ഒരു പാമ്പ് അവനെ അടിക്കാൻ ആരംഭിക്കും. അങ്ങനെ ഓരോ അടി അടിക്കുമ്പോഴും ആ മനുഷ്യൻ ഭൂമിയിലേക്ക് 70 മുഴത്തോളം താഴ്ന്നു പോകും. പിന്നെയും അവനെ ഉയർത്തിക്കൊണ്ടുവന്ന് വീണ്ടും അടിക്കും. ഈ ഒരു ശിക്ഷ ഖിയാമത്ത് നാൾ വരെ തുടരുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.